കാലത്ത് എല്ലാവരും ഭക്ഷണം കഴിച്ചോ? ഇന്നെന്താ സ്പെഷ്യൽ നോക്കാം, വാ. അപ്പോൾ ഇന്നത്തെ ഫുഡ് ബ്ലോഗിൽ ഒരു സ്പെഷ്യൽ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അത് വഴിയേ പറയാം. അപ്പോൾ കാലത്ത് എത്ര പേരുണ്ട്? മെയിനായിട്ട് ചോറില്ലാണ്ട് നമുക്കൊരു പരിപാടി ഇല്ല. ചിലരുണ്ട് എനിക്ക് 3 നേരം ചോറ് കിട്ടി ഞാൻ 3 നേരം കഴിക്കും കേട്ടോ എന്ന് വിചാരിച്ചിട്ട് പലഹാരം കഴിക്കില്ല എന്നല്ല, എനിക്ക് എന്തും കഴിക്കും. നമ്മൾ അങ്ങനെയാണ് കഴിച്ചത്. ചിലവർക്ക് എങ്ങനെയാണ് വെച്ചാൽ രാവിലെ പലഹാരം മസ്റ്റാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ നാടൻ വഴുതനങ്ങയാണ് കേട്ടോ. എൻ്റെ വ്ളോഗ് സ്ഥിരം കാണുന്നവർക്കൊക്കെ അറിയാമായിരിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള വഴുതനങ്ങ മെഴുക്ക് പുരട്ടി എന്ന് പറയും. ഇത് നമ്മുടെ ഗൈസ് ഞാൻ പറഞ്ഞില്ലേ ഒരു വെറൈറ്റി, ഇതാണ് നമ്മുടെ വെറൈറ്റി. എന്താണെന്നറിയോ? തേങ്ങ ചമ്മന്തിയാണ് കേട്ടോ. പിന്നെ ചെറിയൊരു കാടമുട്ട പുഴുങ്ങിയത് ഉണ്ടായിരുന്നു. മക്കൾക്ക് പുഴുങ്ങിയപ്പോൾ ഞാൻ ഒരു 4 എടുത്ത് മാറ്റിയതാണ്. അപ്പോൾ കോവയ്ക്ക ഉപ്പേരിയില്ലേ, അത് തലേദിവസത്തെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചമ്മന്തി കിടുവാണ് ഗൈസ്. ഞാൻ കഴിച്ചിട്ടാണ് കേട്ടോ വോയിസ് ഓവർ കൊടുക്കുന്നത്. കഴിക്കുന്നതിന് മുന്നേ എന്താ ഇവളിങ്ങനെ പറയുന്നത് വിചാരിക്കണ്ട. അപ്പോൾ ചമ്മന്തിൻ്റെ കാര്യമൊന്നും പറയാനില്ല, അമ്മയുടെ സ്പെഷ്യലാണ് കേട്ടോ. ഇതെല്ലാം അമ്മയുടെ സ്പെഷ്യലാണ്. ഞാൻ മുട്ട മാത്രമേ പുഴുങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ചമ്മന്തി നമ്മുടെ തേങ്ങയില്ലേ, തേങ്ങയും ഉള്ളിയൊക്കെ വറുത്തിട്ട് മാങ്ങയില്ലേടാ, മാങ്ങയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. നല്ല കിഡുമായിട്ടുണ്ട്, ടേസ്റ്റ് അപാരമാണ്. ഞാൻ ചമ്മന്തിനെ കുറിച്ചൊന്നും എക്സ്പ്ലെയിൻ ചെയ്യണില്ല. എന്താ വെച്ചാൽ അതൊക്കെ നമ്മുടെ മലയാളീസിന് അറിയാത്തവരുണ്ടോ, ചമ്മന്തി കഴിക്കാത്തവരുണ്ടോ, കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്നാൽ മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അസാധ്യ ടേസ്റ്റാണ് ചമ്മന്തി. ഞാൻ പറയട്ടെ, എനിക്ക് തോന്നി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ഈ കറിയൊന്നും എടുക്കണ്ടായിരുന്നു, ചമ്മന്തി മാത്രം മതിയായിരുന്നു തോന്നിട്ടോ. ആ ചോറിൽ പറയുമ്പോൾ തന്നെ വഴിക്കൂടെ വെള്ളം വരും. ആ ചോറിൽ ചമ്മന്തി അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഓരോ ഉരുള അങ്ങോട്ട് പിടിക്കണം ഗൈസ്. ആഹാ, സ്വർഗമാണ്. പിന്നെ വേറൊരു കാര്യം, ഞാനിങ്ങനെ വീണു പറഞ്ഞിട്ടൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല വണ്ടിയിൽ നിന്ന്. അപ്പോൾ കുറേ പേര് പിന്നെയും നമുക്ക് മെസ്സേജ് അയച്ചുകൊണ്ടേ ഇരിക്കേണ്ടത്. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. നമുക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറ്റി പറയുമ്പോഴേക്കും കുറേ പേര് എങ്ങനെയുണ്ട് ചോദിച്ചിട്ട് മെസ്സേജൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓക്കെ ആയിട്ടുണ്ട്, കാലത്തെ വേദനയും കാര്യങ്ങളൊക്കെ മാറി. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സി യു, ഓക്കെ ബൈ.